ഹായ് ഹലോ ഡിയേഴ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയ്ക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ മണാലിയിലെത്തിയിട്ടുള്ള സെക്കൻഡ് ഡേ ആണ്. ഫസ്റ്റ് ഡേ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, കാണാത്തവർ പോയി കാണണേ. തണുക്കുന്നുണ്ടോ? തണുപ്പ് പോയോ? ഉഷാറായോ? ഒന്ന് നല്ല മോനായല്ലോ. ഇന്ന് മഞ്ഞ കളിക്കണ്ടേ? ഏത് റെഡി? റെഡി? മോയ്സ്ചറൈസറാണ് ബെസ്റ്റാണ്. മോൻ്റെ കാലൊക്കെ ഡ്രൈ ആവുന്നുണ്ട്, എൻ്റെ കാലം നല്ല ഡ്രൈ ആവുന്നുണ്ട്. അപ്പം കാലും ചുണ്ടിലും എല്ലായിടത്തും തേക്കാൻ നല്ലതാണ്. ഭയങ്കര അങ്ങനെ നമ്മൾ ചായ കുടിക്കാൻ പോവാണ്. നല്ല തണുപ്പാണ്. ഇതെന്താ അവിൻ്റെ എന്തോ പുലാവ് പോലെ സാധനം, പിന്നെ കടല. നമ്മളെ വണ്ടി വന്നു പോവാണ്. ചായ കുഴപ്പമില്ല, ചായ നന്നായിരുന്നു. എന്തോ ഒരു പുലാവ് പോലെ ഉപ്പുമാവ് പോലെ എന്തോ സംഭവം ഉണ്ടായിരുന്നു. നമ്മുടെ അവിലുപ്പുമാവ് പോലെ, പക്ഷെ ഇത്തിരി പേരുണ്ടായിരുന്നു കേട്ടോ. പൂരി കുഴപ്പമില്ല. നമ്മൾ പോവാണ്. അപ്പം നമ്മൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് പറഞ്ഞില്ലല്ലോ. നമ്മൾ റോക്ക് താങ് പാസിലേക്കാണ് പോകുന്നത്. അവിടെയാണ് നമുക്ക് സ്നോ ഉള്ളത്. അപ്പോൾ സ്നോ ഉണ്ടോ എന്നുള്ള കാര്യമൊന്നും അറിയത്തില്ല, അവിടെ പോയാൽ തന്നെ അറിയുള്ളൂ. പിന്നെ നമ്മൾ ഹോട്ടലിൽ തലേന്നൊക്കെ പോയി വന്ന് കുറച്ച് മലയാളികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു അവർ പോയപ്പം സ്നോഫോൾ ചെറുതായിട്ടൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പം നമുക്ക് സ്നോ കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകണമെങ്കിൽ നല്ല തണുപ്പായിരിക്കും. അതുകൊണ്ട് നമ്മൾ ഫുൾ കവർ ചെയ്ത് നിൽക്കുന്ന സ്വെറ്ററില്ലേ, അങ്ങനത്തെ സംഭവം വാങ്ങാൻ വേണ്ടിയിട്ടാണ്. വാങ്ങല്ല, നമ്മൾ റെൻറ്റിന് അവിടെ നിന്ന് കിട്ടും. കുറേ ഷോപ്പുണ്ട് അങ്ങനത്തെ റെൻറ്റിന് അങ്ങനത്തെ സ്വെറ്റർ കാര്യങ്ങൾ കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഷൂ വാങ്ങി, സ്വെറ്റർ, പിന്നെന്താ ഗ്ലൗസ്. നമ്മുടെ കയ്യിൽ വൂളൻ സോക്സ് ഇല്ല എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് വൂളൻ സോക്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് റെൻറ്റിന് എടുത്തിട്ടോ. സോക്സും ഗ്ലൗസും ഒക്കെ നമ്മൾ പൈസ കൊടുത്ത് തന്നെ വാങ്ങണം. ബാക്കിയുള്ള സംഭവം റെൻറ്റിന് തന്നു കേട്ടോ അവർ. പിന്നെ നമ്മൾ ഈ റോക്ക് താങ് പാസ് എന്ന് പറയുന്നത് ഭയങ്കര പൊക്കമുള്ളൊരു സ്ഥലമാണ്. അപ്പം അവിടെ എന്താ പറയുക, നല്ല തണുപ്പായിരിക്കും. പിന്നെ എന്ന് വെച്ചാൽ നല്ലോണം വെള്ളം കുടിച്ചിട്ട് നമ്മളെ ബോഡി നല്ലോണം ഹൈഡ്രേറ്റ് ആക്കി വെച്ചിട്ട് അങ്ങോട്ട് പോകണം എന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ നമ്മൾ കുറച്ച് വെള്ളമൊക്കെ കുടിച്ചിട്ടുണ്ട്, പക്ഷെ നമുക്ക് വെള്ളത്തിന് ദാഹിക്കില്ല. എന്താ വെച്ചാൽ തണുപ്പായതുകൊണ്ട്. പിന്നെ അങ്ങോട്ടുള്ള ഈ റോഡ് എന്ന് പറയുന്നത് നമ്മളെ വയനാട് ചുരല്ലേ, അതൊക്കെ തോന്നിപ്പിക്കുന്ന പോലെ തോന്നിട്ടോ. ആ ഒരു റോഡ് ഭയങ്കര ചുറ്റി വളഞ്ഞിങ്ങനെ കുന്നിൻ്റെ മേലെ എത്തണ്ടേ അങ്ങനെ. പിന്നെ ഇതാ ഫുൾ റോഡ് പണി നടക്കുന്നുണ്ട്. ഏറ്റവും മേലെ ടോപ്പിലെത്തിയപ്പം റോഡ് പണിയൊന്നുമില്ല, നല്ല റോഡായിരുന്നേ. അങ്ങനെ പിന്നെ നമ്മളിതാ മർഹി എന്ന് പറഞ്ഞൊരു പ്ലേസാണ്, അവിടെ നിർത്തിയതാണ് വണ്ടി. നമുക്കൊന്ന് ഫ്രഷപ്പ് ആവാൻ ഫുഡൊക്കെ കഴിക്കണമെങ്കിലൊക്കെ ഇവിടെ നല്ലോണം റെസ്റ്റോറൻറ്റൊക്കെ കുറേ ഉള്ള ഒരു ഏരിയ ആണ്. പിന്നെ ഇത് കഴിഞ്ഞ് പിന്നെ മേലോട്ട് പോയാൽ നമുക്കൊന്നും അങ്ങനെ കാര്യമായിട്ടൊന്നും കിട്ടില്ല, അങ്ങനെ മലേൻ്റെ മുകളിലല്ലേ. അപ്പോൾ ഇവിടുന്ന് നമുക്ക് ഫുഡൊക്കെ വേണം കഴിക്കാൻ. നമ്മൾ ഫുഡൊക്കെ കഴിച്ച് വന്നതിനോട് നമ്മൾ ഒന്നും കഴിക്കാനൊന്നും നിന്നില്ല. നല്ല വെയിലുണ്ട്, പക്ഷേ ഒരു ചൂടില്ല, നല്ല തണുപ്പാണ്. വേദം തണുക്കുണ്ടോ? വേദം തണുക്കൂല. വേദം എത്ര ഡ്രസ്സായിട്ടത്, ഏത് പറയുമ്പോൾ എത്ര ഡ്രസ്സായിട്ടതില്ലേ. തെർമൽ വെയർ ഇട്ട് അതിൻ്റെ മേലെ വന്നിട്ട് പിന്നെ അതിൻ്റെ മേലെ ജാക്കറ്റ് ഇട്ട് പിന്നെ ഒരു ജാക്കറ്റ്, കുറേ ഡ്രസ്സ് കൊണ്ടിരിക്കുന്നത്. അതിനോട് ഒന്നും തണുക്കൂല. എനിക്ക് നല്ല തണുക്കുന്നുണ്ട്. പിന്നെ എൻ്റെ ക്യാപ്പ് എവിടെയോ മിസ്സായിപ്പോയി, കാണുന്നുണ്ടായിരുന്നില്ല. ഞാൻ ഏട്ടൻ്റെ ക്യാപ്പ് ഇട്ടായിരുന്നു ഇത്രയും നേരം അഡ്ജസ്റ്റ് ചെയ്ത് നിന്ന് കേട്ടോ. അങ്ങനെ പിന്നെ നമ്മൾ അവിടെ ആ ഒരു ഷോപ്പിൽ പോയിട്ട് ക്യാപ്പൊക്കെ വാങ്ങി കേട്ടോ. ഗുസ്തിമാൻ ആരാ? ഗുസ്തിമാൻ ഞങ്ങളിപ്പോ മഞ്ഞിൽ പോവാണ്. ഇത് തണുക്കട്ടോ? ഇല്ലായോ, എന്റെ ചുണ്ടൊക്കെ പൊട്ടിക്കുന്നത് നമ്മളിട്ട്. തോല് പൊളിക്കരുത് കേട്ടോ, ഇങ്ങനെ കൈയോട് പൊളിക്കരുത്. നമ്മൾ ഇപ്പം വിട്ടരാം. നല്ലതാണ്.
അവിടെ മുട്ടി ചെറുതായിട്ടതാ സംഭവം. മോയ്സ്ചറൈസർ പെട്രോളും എല്ലാം ഇട്ടുണ്ട്, എന്നാലും പൊട്ടിയിട്ടുണ്ട് ചെറുതായിട്ട്, കുഴപ്പമില്ല. നമ്മളിതാ ഏകദേശം നമ്മളെ റോക്ക് താങ്കിൽ എത്തി തുടങ്ങി കേട്ടോ. അപ്പം പുറത്തേക്ക് നോക്കിയപ്പം സ്നോയൊക്കെ നല്ലോണം കുറവായിരുന്നു. അന്നപ്പം ഏട്ടൻ പറഞ്ഞൊരു ഡയലോഗ് വെച്ചാൽ നമ്മൾ റെൻറ്റിന് വെറുതെ ജാക്കറ്റൊന്നും എടുക്കേണ്ട കാര്യമില്ലായിരുന്നു, സ്നോയൊക്കെ കുറവല്ലായിരുന്നു. പക്ഷേ പുറത്തിറങ്ങിയപ്പോൾ എൻ്റെ പൊന്നു ഭാര തണുപ്പായിരുന്നു കേട്ടോ. അത്രയും നേരം മഞ്ഞിക്കളിക്കണം എന്ന് പറഞ്ഞ് വന്ന് ഞങ്ങളെ ദിവസം അവിടെ എത്തിയപ്പം അവന് മഞ്ഞും വേണ്ട ഒന്നും വേണ്ട, അവൻ പറയുന്നത് അവന് കാറ് കയറിയിരിക്കണമെന്ന്. പിന്നെ നമ്മളിതാ കുറച്ച് ഫോട്ടോസ് അവൻ്റെ കൂടെ 2-3 ഫോട്ടോസ് കിട്ടി. പിന്നെ അവനെ നേരെ നമ്മൾ കാറ് കയറ്റി കേട്ടോ. അല്ലാതെ അവന് സഹിക്കാൻ പറ്റുന്നില്ല തണുപ്പ്, അതുകൊണ്ട് തന്നെ നമ്മൾ കുറേ നേരം അവിടെ നിന്നില്ല കേട്ടോ. പെട്ടെന്ന് തന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് അവിടെ തൊട്ട് താഴോട്ട് ഇറങ്ങി കേട്ടോ. നമ്മൾ പോയ ഈ ഒരു ടൈം എന്ന് പറയുന്നത് സ്നോ വീണ് തുടങ്ങുന്നേ ഉള്ളൂ. ആ ഒരു സ്റ്റാർട്ടിങ്ങിലാണ് നമ്മൾ പോയത്, ആ ഒരു സീസണേ അല്ല. അപ്പം തന്നെ ഇത്രയും തണുപ്പുണ്ട്. അപ്പം നമ്മൾ വിചാരിച്ചൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മളെ രാജ്യം കാക്കുന്ന പട്ടാളക്കാരില്ലേ, അവർ ഈ തണുത്ത സ്ഥലത്തൊക്കെ എങ്ങനെയാണ് ഡ്യൂട്ടി ചെയ്യുന്നതെന്ന് ഞാൻ ഒരു നിമിഷം ആലോചിച്ചു കേട്ടോ. അവരൊക്കെ ശരിക്കും സമ്മതിക്കണം. നല്ല തണുപ്പാണ്, അതുകൊണ്ട് ഏതൊരു സഹിക്കാൻ പറ്റുന്നില്ല തണുപ്പ്, എനിക്കെന്നെ സംസാരിക്കാൻ പറ്റുന്നില്ല, വായൊക്കെ ഇങ്ങനെ എന്തോ ആയി പോകുന്നത്. വേദന തിരിച്ച് കാറിൽ തന്നെ കയറി നല്ല കാറ്റ്, തീരെ നിൽക്കാൻ പറ്റില്ല, നല്ലതാണ്. ഞാൻ എങ്ങനെയൊക്കെയോ കുറച്ച് വീഡിയോസ് കുറേയൊക്കെ എടുക്കണമെന്നുണ്ടായിരുന്നു, ഒന്നിനും പറ്റിയില്ല. വേദസ് തീരെ സഹിക്കാനാവുന്നില്ല കേട്ടോ തണുപ്പ്. നോക്കിയെടുക്കുക, അങ്ങനെ ഫോട്ടോസിനും വീഡിയോസിനും ഒന്നും കിട്ടിയില്ല. ഇനി ഞങ്ങൾ അറ്റൻ ടണലിലേക്ക് പോവാണ്. എന്താ അറിയില്ല, കണ്ടോ സ്നോ കണ്ടോ. അങ്ങനെ നമ്മൾ മഞ്ഞിൽ കളിച്ചോന്ന് ചോദിച്ചാൽ ജസ്റ്റ് ഒന്ന് തൊട്ടു, അത്രയേ ഉള്ളൂ കേട്ടോ. അത്രയും നമുക്ക് കഴിഞ്ഞുള്ളൂ. മോനുള്ളതുകൊണ്ട് അപ്പം മക്കളൊക്കെ ഉള്ളവർ, ചെറിയ മക്കളൊക്കെ ആണെങ്കിൽ അവരൊക്കെ ഒന്ന് വലുതായതിന് ശേഷം വരാൻ നോക്കുക, അല്ലെങ്കിൽ നിങ്ങൾ മക്കളാവുന്നതിന് മുമ്പേ ഹണിമൂണായിട്ട് പോകാൻ നോക്കുക കേട്ടോ, അതാണ് ഏറ്റവും നല്ലത്. അങ്ങനെ നമ്മളിത് അട്ടൽ ടണലിൽ എത്തിയിരിക്കുകയാണ്. ഈ അട്ടൽ ടണൽ എന്ന് പറയുന്നത് ഏകദേശം 9 കിലോമീറ്ററോ അങ്ങനെ എന്തോ നീളമുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 10,000 അടി ഉയരത്തിന് മുകളിൽ സ്ഥിതി ചെയ്യുന്ന ലോകത്തിലെ തന്നെ ഏറ്റവും നീളമേറിയ ഒരു തുരങ്കം കൂടിയാണ്. അപ്പം നമ്മൾ വേദൂസ് അപ്പോഴും നല്ലോണം ഓക്കെ ആയിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ട് തന്നെ നമ്മൾ അട്ടൽ ടണലിൻ്റെ അവിടെ ജസ്റ്റ് ഒന്ന് ഇറങ്ങിയേരെ നമ്മൾ പെട്ടെന്ന് തന്നെ കാറ് കയറി തിരിച്ചു കേട്ടോ. അവിടെ അത്യാവശ്യം നല്ല തണുപ്പ് ഉണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ നമ്മൾ പെട്ടെന്ന് തന്നെ കാറ് കയറി. ഇനി നമ്മൾ നേരെ പോകുന്നത് നമ്മുടെ സൊളാങ് വാലിയിലേക്കാണ്. അങ്ങനെ നമ്മളിതാ സൊളാങ് വാലിയിലെത്തി. ഇവിടെ എന്ന് വെച്ചാൽ ഇവിടെ അത്യാവശ്യം ആളുകളൊക്കെ ഉള്ളൊരു ഏരിയ ആണ്. ഇവിടെ അത്യാവശ്യം ഫുഡ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ എടുത്തു പറയേണ്ട കുറച്ച് ആക്ടിവിറ്റീസാണ് ഇവിടെ. അത്യാവശ്യം നല്ലോണം ആക്ടിവിറ്റീസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മളിനി ഫുഡ് കഴിക്കാൻ വേണ്ടി പോവുകയാണ്. നല്ല വിശപ്പുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവുകയാണ്. നമ്മളങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറി നിന്നപ്പം കുറേ പിള്ളേർ ഈ കുങ്കുമപ്പൂവില്ലേ അതും വിൽക്കാൻ വേണ്ടി ഇങ്ങനെ വരുന്നുണ്ട്. ചെറിയ ചെറിയ ബോട്ടിലാക്കി അവർ പറയുന്ന റേറ്റ് 400, 500 അങ്ങനെ എന്തൊക്കെയാണ്. ആ ഒരു സംഭവം എന്തായാലും ഒറിജിനൽ അല്ല എന്നറിയാം. അപ്പം ഞങ്ങൾ ആ കടയിലുള്ള ആ ചേച്ചിനോട് ചോദിച്ചു നോക്കി ഒറിജിനലാണോ എന്ന്. അവർ പറഞ്ഞു അവർക്ക് അറിയത്തില്ല എന്ന്. അവിടെയുള്ള ആളുകളല്ല, അവർക്ക് പോലും അറിയില്ല ഒറിജിനലാണോ എന്താണെന്നുള്ളത്. അപ്പം ഇങ്ങനെ പിന്നെ അവർ വെറുപ്പിച്ചപ്പോൾ നമ്മൾ ഒരു ബോട്ടിൽ എന്തായാലും വാങ്ങി. അവർക്കൊരു പൈസ കിട്ടുകയാണെങ്കിൽ കിട്ടിക്കോട്ടെ വിചാരിച്ച് നമ്മൾ അത് വാങ്ങിയിട്ടോ. मसाला नहीं खाते आप? मिलेगा उसके साथ बोलेगा, स्पाइसी के साथ ये वाला नहीं खाने का। ഈ ഫുഡ് ഉണ്ടാക്കി തന്ന ആ കടയിലുള്ള ആ ഒരു ചേച്ചീനെ നിങ്ങൾ ശ്രദ്ധിച്ചോ? ഞാൻ അവരെ കേട്ടോ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നത്. എനിക്കെന്തോ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇങ്ങനെ ചിരിച്ചുകൊണ്ട് ഭയങ്കര പ്ലസൻ്റ് ആയിട്ട് നമുക്ക് എന്താണോ വേണ്ടത് അത് ചോദിച്ച് നമ്മളോട് ദേഷ്യപ്പെടാതെ. നമുക്ക് വേദൂസിന് നമ്മളെ ഓംപ്ലേറ്റിൽ എരിവ് പറ്റൂല, ഉള്ളി പറ്റൂല, ഇതൊന്നും ആൾക്ക് പറ്റൂല. അപ്പം അതേപോലെ നമ്മൾ പറഞ്ഞ പോലെ ഉണ്ടാക്കി തന്നെ അത് നിങ്ങൾ പറയും അവരുടെ സർവീസാണ്, അവർക്ക് പൈസ കിട്ടാൻ. ശരിയാണ്, പക്ഷേ എന്തോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടോ. നല്ല ഒരുപാട് മനുഷ്യരെ കാണാൻ പറ്റി. ഇവർ മാത്രമല്ല കേട്ടോ, ഞാൻ അവിടെ ഏതൊരു കടയിൽ കയറിയപ്പം എല്ലാവരും നമ്മളെ ചിരിച്ചുകൊണ്ടാട്ടോ നമ്മളിങ്ങനെ സ്വാഗതം ചെയ്യുന്നത്. അങ്ങനെ ഒരു പറ്റം നല്ല മനുഷ്യരുള്ളൊരു നാടായിട്ട് എനിക്ക് തോന്നി.
അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്തത് ആലു പൊറാട്ടയും പിന്നെ ചായ, വേദുവിന് ബ്രെഡ് ഓംലേറ്റും ഒക്കെയാണ്. അയ്യോ എന്തൊരു ടേസ്റ്റാണ്, എല്ലാ ഫുഡും അടിപൊളിയായിരുന്നു. ആലു പൊറാട്ട സത്യം പറഞ്ഞാൽ ഒരു രക്ഷയില്ല, അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പം ഏട്ടൻ പറയുന്നത് നമുക്കിത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം എന്നൊക്കെ. അപ്പം ട്രൈ ചെയ്ത് നോക്കണമെന്നുണ്ട്, എന്താവും എന്നറിയില്ല. ഇത് വേദു തന്നെ. ഏത് വലുതാ? വേദുവിൻ്റെ ബ്രെഡ്. നല്ല ഭക്ഷണം അല്ലേ? നല്ല ഭക്ഷണം. भाभी अच्छा फूड है ऊपर. കുറേ നേരം വാങ്ങിച്ചരിച്ച ഒരു സാധനം വാങ്ങി. ഇത് ഒറിജിനൽ ഒന്നല്ല, അത് ഉറപ്പാ. അങ്ങനെ നമ്മളിതാ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ആക്ടിവിറ്റീസൊക്കെ ഉള്ളൊരു ഭാഗത്തേക്ക് പോയി. അപ്പം ഫുഡൊക്കെ കഴിച്ചപ്പം വേദൂസ് ഏകദേശം ഒന്ന് ഓക്കെ ആയി തുടങ്ങി കേട്ടോ. ചൂടുള്ള ചായയൊക്കെ കുടിച്ചപ്പം ചെറുതായിട്ടൊന്ന് ഓക്കെ ആയി. അപ്പോൾ അവനിതാ ഈ ട്രംബ് ലൈനില്ലേ, ഇതിൽ കയറിയിട്ട് കളിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ അതിൽ കയറ്റി ജസ്റ്റ് ഒന്ന് ചാടി കളിച്ച് അപ്പം തന്നെ ഇറങ്ങിപ്പോന്നു കേട്ടോ. വേദൂസ് ഒന്ന് ഓക്കെ ആയ സ്ഥിതിക്ക് നമ്മൾ വിചാരിച്ചു എന്തെങ്കിലും ഒരു ആക്ടിവിറ്റീസിൽ കയറാമെന്ന്, എന്തായാലും വന്നതല്ലേ. അങ്ങനെ നമ്മളിതാ ആ ഹോട്ട് എയർ ബലൂണില്ല, അതിൻ്റെ റേറ്റ് ചോദിച്ചപ്പം ഏകദേശം 3000 അങ്ങനെ എന്തോ റേറ്റ് ആയിരുന്നു അവർ പറഞ്ഞതെന്ന് തോന്നുന്നു. അപ്പം പിന്നെ നമ്മളത് കയറാൻ നിന്നില്ല. അത് ഒന്നുമില്ല, ജസ്റ്റ് ഇങ്ങനെ അതാ മേലെ പോയി നിൽക്കും, ജസ്റ്റ് ഒരു കയറുകൊണ്ട് വലിച്ച് താഴോട്ട് തന്നെ വരും, അത്രയേ ഉള്ളൂ സംഭവം. അങ്ങനെ പിന്നെ ഇതാ നമ്മൾ അപ്പുറത്ത് റോപ്പ് വേ എന്ന് പറഞ്ഞിട്ട് ആ ഒരു സംഭവം കണ്ടു. അപ്പം നമ്മൾ വിചാരിച്ചു അതിൽ കയറി നോക്കാമെന്ന്. കേബിൾ കാർ എന്നൊക്കെ പറയില്ലേ, ആ ഒരു സംഭവം പോലത്തെ ഒരു സംഭവം. അങ്ങനെ നമ്മൾ അതിൽ കയറാൻ വെച്ച് ടിക്കറ്റൊക്കെ എടുത്ത് നമ്മളിതാ നേരെ അങ്ങോട്ടാട്ടോ പോകുന്നത്. ഇനി റോപ്പ് വേ ഇത് മോട്ടുപെട്ടിൽ കണ്ട സാധനമാണ്. സംസാരിക്കാൻ ഞാൻ ഗ്ലൗസ് ഇട്ടില്ല, കൈ കൂടുന്നു. രണ്ടെണ്ണം വരുന്നുണ്ട്. അത് ആളെ ഇറക്കി വരട്ടേക്ക്. ഞങ്ങളിവിടെ ഇറക്കി വിട്ടു ഗൈസ്. ഞങ്ങൾ റോപ്പ് വേൽ അങ്ങനെ മേലെ എത്തിയപ്പം അവർ നമ്മളോട് പറഞ്ഞു ഇറങ്ങിക്കോളാൻ. അപ്പം ഞങ്ങൾ ശരിക്കും ഷോക്കായിപ്പോയി, ഇറങ്ങേ. അപ്പം ഞങ്ങളെ കൺസെപ്റ്റ് ഞങ്ങൾ വിചാരിച്ചത് എന്താ വെച്ചാൽ ഞങ്ങൾ ഇതിൽ ഇങ്ങനെ മേലെ എത്തുന്നു, അതേപോലെ നമ്മൾ ഇറങ്ങാതെ അതേപോലെ താഴോട്ട് വരുന്നു, അതാണ് നമ്മൾ വിചാരിച്ചത്. സംഭവം അങ്ങനെയല്ല. നമ്മൾ അവിടെ എത്തിയതിന് ശേഷം നമ്മൾ ഇറങ്ങിയിട്ട് കുറച്ച് അങ്ങോട്ടൊരു സ്പേസ് ഉണ്ട്, ഇങ്ങനെ നടന്ന് നമുക്ക് പോയിട്ട് ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ ഒരു ഒഴിഞ്ഞൊരു സ്ഥലം കുന്നിൻ്റെ മേലെ. അപ്പം ആക്ച്വലി അതായിരുന്നു സംഭവം. എന്നിട്ട് തിരിച്ച് വന്നിട്ട് അതിൽ കയറിയിട്ട് താഴോട്ട് പോവാം. അത് നമുക്ക് അറിയില്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾ ശരിക്കും പേടിച്ചു പോയിട്ടോ. നമ്മൾ ഇനി എന്ത് ചെയ്യും, താഴോട്ട് നമ്മൾ എങ്ങനെ പോകും എന്നുള്ള ഒരു മൈൻഡിലായിപ്പോയി. സംസാരിക്കാൻ പറ്റുന്നില്ല, എൻ്റെ വായ കൂടി. അന്നത്തെ പരിപാടി ക്ലോസ്. ഞങ്ങൾ റൂമിലേക്ക് പോവുകയാണ്. തണുപ്പ് ഓവറായപ്പോൾ ഞങ്ങൾക്ക് നിൽക്കാൻ പറ്റുന്ന അവസ്ഥയിലേക്ക് നീങ്ങിയിരിക്കുകയാണ്. നാളത്തോട് കൂടി കുണു മനാലി കഴിഞ്ഞിരിക്കുന്നു. ജീവിതത്തിലെ മെയിൻ ചിന്നുവിന്റെ ആഗ്രഹം സാധിച്ചു കൊടുത്ത നിർവൃതിയിൽ അവിടെ എവിടെ ഇരിക്കും. ഇതല്ലേ ഇറങ്ങുന്ന കാണുന്നത്, മുന്നല്ലേ കണ്ട്, ഇതല്ലേ കാണേണ്ട സാധനങ്ങൾ. കാണണ്ടേട്ടാ, ഏതുണ്ട് എൻ്റെ അമ്മ ഇതിന് വായന്ന് പോകരുത്. किलोमीटर നമ്മൾ തിരിച്ച് റൂമിലെത്തിയിരിക്കുകയാണ്. നമ്മുടെ വേദൂസ് ഇതാ നന്നപാട് കിടന്നുറങ്ങിട്ടോ. അപ്പേ ഉറങ്ങുന്ന ഒരു കുട്ടി ചിരിക്കൂ, അങ്ങനെയാ അറിയോ? കുളിപ്പിക്കട്ടെ. അപ്പ
വെള്ളത്തിന് മുക്കട്ടെ. കുളിക്കാം കുളിക്കാ. വാ കുളിക്കാം വേവാ. ഉറക്ക കഴിഞ്ഞോ മോൻ്റെ? രാവിലെ തുടങ്ങി ഉറക്കല്ലേ? രാവിലെ അല്ല ഇന്നലെ തുടങ്ങി ഉറക്ക. ഉറക്കം പോയില്ലേ? ആ പോര്. ഉറങ്ങാൻ മടിച്ചിട്ട് കുളിക്കാൻ മടിച്ചിട്ട് ഉറക്കാൻ നിർന്ന് കിടക്കുക. എനിക്കും എൻ്റെ മടിയാവുണ്ട്. ഏട്ടൻ കുളിച്ചിട്ടോ. അങ്ങനെ നമ്മൾ മണാലിയിൽ സെക്കൻഡ് ഡേ ഇതായിട്ട് അവസാനിക്കാൻ പോവുകയാണ്. അപ്പം രാത്രിയായി, നല്ല തണുപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇനി നമ്മൾ പുറത്തേക്കൊന്നും പോകുന്നില്ല. നമ്മൾ ഫുഡ് കഴിച്ച് നേരെ കിടന്നുറങ്ങണം. നാളെ നമുക്ക് കുളൂണാണ്. കുളൂല് ആക്ടിവിറ്റീസ് കാര്യങ്ങളൊക്കെയാണ്. അപ്പം നമ്മൾ എന്തൊക്കെ ആക്ടിവിറ്റീസാണ് കാര്യങ്ങളാണ് ചെയ്തതെന്നുള്ളത് നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് നമ്മളെ 3rd വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുക. അപ്പം അത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്. പരിപ്പ് കറികൾ, പനീർ, എന്താ ആലു എന്താ ജീവി എന്തോന്ന് പറഞ്ഞല്ലോ. പിന്നെ ഇതെന്താ കേസരി എന്തോന്ന്. നാളെയും കൂടെ ഉള്ളൂ കേട്ടോ. നാളെ നമ്മൾ കുളൂലാണ്. കുളൂല് ഈ ആക്ടിവിറ്റീസൊക്കെയാണുള്ളത് തോന്നുന്നു. അപ്പം നാളെ കാണാം.